നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളിൽ കാണുന്ന സവിശേഷതകൾ, സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അവനവനെ പറ്റിയുള്ള ഒരു വില ഭയങ്കര കൂടുതലായിരിക്കും. അവരുടെ ഒരു പ്രവൃത്തിയിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലും എല്ലാം ഞാൻ, എനിക്ക്, എന്റേത് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു വില മനസ്സിലാക്കാനോ ഒന്നും ഉള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവരെയൊക്കെ എപ്പോഴും പുച്ഛ ഭാവത്തിലായിരിക്കും ഇവർ കാണുന്നത്. അത് മാത്രമല്ല അവർക്കൊരു അനുമോദനം കൊടുക്കാനൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഇവർക്ക് ഒന്നാമതായിട്ട് നിൽക്കണം എന്നുള്ള ഒരു വാശിയായിരിക്കും ഉണ്ടായിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഇവര് എല്ലാ തരത്തിലുമുള്ള അവർക്ക് ഉള്ള കഴിവുകളും ഉപയോഗിക്കും. അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ കൂടുന്നിടത്ത് അവരുടെ കഴിവുകളെ പറ്റിയും അവരുടെ സ്ഥാനമാനങ്ങളെ പറ്റിയും എല്ലാം വളരെ പൊങ്ങച്ചത്തോടു കൂടി പറയാനും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇവർ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ ഒരു പ്രശംസ, മറ്റുള്ളവരുടെ ഒരു പൊക്കിപ്പറയലൊക്കെ ഇവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ കാണാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് അനുമോദിക്കാനോ ഇതൊന്നും ഇവർക്ക് സാധിക്കുകയില്ല. ഇവരെല്ലാവരും ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരെപ്പോഴും ശ്രമിക്കാറ്. അപ്പോ ഇത് ഒരു തരത്തിൽ മാനിപ്പുലേഷൻ ആണ്. അപ്പോ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, വെറുതെ ഒരു ഭാര്യ എന്നുള്ള സിനിമയിൽ ജയറാമിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ കാണിക്കുന്നത് കാണാറുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തി കെട്ടി പറയുന്നു, ഇയാളാണ് വലുത്, എല്ലാവരെയും കഴിഞ്ഞ് സുപ്പീരിയർ താനാണെന്നുള്ളത് വെട്ടി തീർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ പിടിപാടുകളെ പറ്റിയും അല്ലെങ്കിൽ അയാളുടെ അറിവുകളെ പറ്റിയും ഒക്കെ എല്ലാവരോടും വിളിച്ചു പറയാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ഈ ജയറാമിൻ്റെത്. അതുപോലെ തന്നെ നാലാൾ കൂടുന്നിടത്ത് എല്ലാവരെയും ഇൻസൾട്ട് ചെയ്ത് അയാളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തന്റെ ഭാര്യ വീട്ടുകാരെയൊക്കെ വില കുറച്ച് സംസാരിക്കാനും അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച് അതിൽ സന്തോഷം കണ്ടെത്താനും ഒക്കെ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു നാർസിസ്റ്റിക് പേഴ്സന്റെ ക്യാരക്ടർ. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് അവരുടെ വികാരങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇയാളാണ് വലിയവൻ എന്നുള്ളത് കാണിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ളവരോട് യാതൊരു തരത്തിലുള്ള കരുണയും ഉണ്ടായിരിക്കുകയില്ല, യാതൊരു മനുഷ്യത്വവും ഇവർ കാണിക്കാറില്ല. ഇവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഒരു സുഖവും ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു സെൽഫിഷ്നെസ്സിനും ഒക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഏത് തരത്തിൽ വേണമെങ്കിലും ഇവർ യൂസ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇതിനകത്ത് ഇവർക്ക് യാതൊരു തരത്തിലുള്ള നാണക്കേട് കാണുകയില്ല, ഒരു കുറ്റബോധവും ഉണ്ടായിരിക്കുകയില്ല. ഇതൊക്കെയാണ് ഈ ഒരു നാർസിസ്റ്റിക് ട്രേറ്റിൽ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇവർക്ക് ഭയങ്കര അഹങ്കാരമായിട്ട് അഹംഭാവകരില് കണ്ട